ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബൈറ്റ് ആൻഡ് ബെറ്റർ. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. അത്ര നന്നായി സംസാരിക്കാൻ അറിയാത്തവർ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ സാധാരണ ചെയ്യുക എന്താ? പറയേണ്ട കാര്യം അവരാദ്യം തന്നെ മനസ്സിൽ മലയാളത്തിൽ പറഞ്ഞു നോക്കും. എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഉദാഹരണത്തിന്, എനിക്ക് മാങ്ങ ഇഷ്ടമാണ്. എനിക്ക് മാങ്ങ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഈ സെൻറ്റൻസിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണ്. എനിക്ക് എളുപ്പമാണ് ഐ, മാങ്ങ മാംഗോ, ഇഷ്ടമാണ് ലൈക്ക്. അപ്പോൾ എല്ലാ വാക്കുകളുടെയും ഇംഗ്ലീഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാങ്ങ ഇഷ്ടമാണ്, ഐ മാംഗോ ലൈക്ക്. പറയുമ്പോൾ തന്നെ എന്തോ ഒരു തെറ്റ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? തിരിച്ചൊന്നും കൂടിയും പറഞ്ഞു നോക്കിയാൽ ഐ ലൈക്ക് മാംഗോ. ഇപ്പോൾ ശരിയായിട്ട് തോന്നുന്നുണ്ട്. രണ്ടും ഒരേ അർത്ഥത്തിൽ വന്ന സെൻറ്റൻസാണ്, പക്ഷേ അതിൻ്റെ വാക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലുമാണ്. അതെന്താ അങ്ങനെയല്ലേ? രണ്ടിനും ഒരേ അർത്ഥമല്ലേ? രണ്ടും ഒരേ രീതിയിലല്ലേ പറയേണ്ടത്? അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൽ പറയുന്ന വേർഡ് ഓർഡറിലല്ല മലയാളത്തിലെ സെൻറ്റൻസിൽ നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ആ സെൻറ്റൻസ് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ആക്കിയപ്പോൾ ഐ ലൈക്ക് മാംഗോ എന്നാണ് പറഞ്ഞത്. ആദ്യം സബ്ജക്റ്റ് പറഞ്ഞു, പിന്നെ വെർബ് പറഞ്ഞു, പിന്നെ ഒബ്ജക്റ്റ് പറഞ്ഞു. പക്ഷെ മലയാളത്തിലോ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്, പിന്നെയാണ് നമ്മൾ വെർബ് പറഞ്ഞത്. കേൾക്കുമ്പോൾ നല്ല എളുപ്പമാണ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. പക്ഷേ ഈ ഓർഡറിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം സബ്ജക്റ്റ് എന്താണെന്നും വെർബ് എന്താണെന്നും ഒബ്ജക്റ്റ് എന്താണെന്നും അറിയണം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ പറയാം എന്നാണ്. പലർക്കും ഒരു സെൻറ്റൻസ് പറയുന്ന നേരത്ത് ഈ വാക്ക് അവിടെ പറയാൻ പാടുള്ളതാണോ അല്ലയോ എന്ന് ഭയങ്കര സംശയമാണ്. എന്നാൽ ഇനി അത്തരം സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരു സെൻറ്റൻസ് സിമ്പിളായിട്ട് നമുക്ക് തന്നെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിലാദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നെ വെർബ് എഴുതും, പിന്നെ ഒബ്ജക്റ്റ് എഴുതും. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്നും വെർബ് എന്താണെന്നും ഒബ്ജക്റ്റ് എന്താണെന്നും നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ സബ്ജക്റ്റ്? മലയാളത്തിൽ സബ്ജക്റ്റിനെ കർത്താവ് എന്നാണ് പറയാം. ഒരു സെൻറ്റൻസ് ഇപ്പം നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസിൽ നമ്മൾ ഒരു വ്യക്തിനെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും പറയുന്നത്. ആ വ്യക്തിയോ ആ വസ്തുവിനെയോ ആണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ദ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഇസ് ദ പേഴ്സൺ ഓർ തിങ് ഡൂയിങ് ദ ആക്ഷൻ ഓർ ബീയിങ് ഡിസ്ക്രൈബ്ഡ്. ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കും, വളരെ ഈസിയാണ്. നമ്മൾ ആ സെൻറ്റൻസിൽ ഒന്നില്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വസ്തുവിനെയോ ആ വ്യക്തിയെയോ ആണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, സാം ഡ്രൈവ്സ് ദ കാർ. സാം ആണ് ആ കാറ് ഓടിക്കുന്നത്. ഈ സെൻറ്റൻസിൽ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സാമിനെ കുറിച്ച്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാം ആണ്. ഹിസ് സിസ്റ്റർ സർപ്രൈസ്ഡ് ഹിം. ഹിസ് സിസ്റ്റർ സർപ്രൈസ്ഡ് ഹിം. ഇതിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരാണ് സർപ്രൈസ് കൊടുക്കുന്നത്? അവൻ്റെ സഹോദരി. അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ് സിസ്റ്റർ ആണ്. ദ ബോട്ട് മൂവ്സ്. ആ ബോട്ട് മൂവ് ചെയ്യുകയാണ്. അതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ബോട്ടിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോട്ടാണ്. ദ ട്രീ ഈസ് ബ്യൂട്ടിഫുൾ. ആ ട്രീ നല്ല ഭംഗിയുള്ളതാണ്. ഇതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ട്രീ, മരത്തിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മരമാണ്. മൈ ഫ്രണ്ട്സ് പ്ലേ ഗിറ്റാർ. മൈ ഫ്രണ്ട്സ് പ്ലേ ദ ഗിറ്റാർ. എൻ്റെ ഫ്രണ്ട്സാണ് ആ ഗിറ്റാർ പ്ലേ ചെയ്യുന്നത്. ഇതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാർ. അതാണ് ഞാൻ പറഞ്ഞത്, ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സെൻറ്റൻസിൽ നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിനെ കുറിച്ചോ സാധനത്തിനെ കുറിച്ചാണോ പറയുന്നത്, അതിനെയാണ് നമ്മൾ ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂരിഭാഗം സെൻറ്റൻസുകളും തുടങ്ങുന്നത് എന്തിൽ തന്നെയാണ്? സബ്ജക്റ്റിൽ തന്നെയാണ്. അതായത് ആ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന നൗൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ്. വെർബ് അല്ലെങ്കിൽ ക്രിയ. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ആ സെൻറ്റൻസിൽ ആ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. വെർബ് ഈസ് എ വേർഡ് ദാറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ.
ഇറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ എ നൗൺ ഓർ എ പ്രോനൗൺ. അതായത് ആ സബ്ജക്റ്റിന് ശേഷം വരുന്ന വേർഡ്. കൂടുതലായിട്ടും സബ്ജക്റ്റിൻ്റെ ഒപ്പം തന്നെയായിരിക്കും, സബ്ജക്റ്റിന് ശേഷം തന്നെയായിരിക്കും എന്ത് വരുന്നത്, വെർബ് വരുന്നത്. ആ സബ്ജക്റ്റ് ചെയ്യുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെർബ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എത്ര വെർബുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേകം എന്നാണ് പറയുക. കാരണം എന്താണ്, എല്ലാ ആക്ഷൻ വേർഡുകൾ തന്നെയും എന്ത് തന്നെയാണ്, വെർബ് തന്നെയാണ്. ഉദാഹരണത്തിന് ദ ബേബി ക്രൈസ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ബേബിയാണ് അല്ലേ, ആ കുട്ടി. കുട്ടി എന്ത് ആക്ഷനാണ് ചെയ്യുന്നത്, കരയുക എന്ന ആക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രൈസ് എന്ന് പറയുന്നതാണ് എന്ത്, ഇവിടുത്തെ ആക്ഷൻ വേർഡ്, അതായത് വെർബ്. ദ ബേബി ക്രൈസ്. ഐ പ്ലേ ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കുകയാണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ എന്താണ്, കളിക്കുക, അതാണ് വെർബ്. ദ സ്റ്റാർസ് ഷൈൻ. തിളങ്ങുക അല്ലേ. ആ സ്റ്റാർസ് ഷൈൻ എന്ന് പറയുന്നതിൽ ഷൈൻ എന്നുള്ളതാണ് എന്ത്, ആക്ഷൻ അല്ലെങ്കിൽ വെർബ്. റിയ സിങ്സ് എ സോങ്. റിയ ഒരു പാട്ട് പാടുകയാണ്. അപ്പോൾ റിയ എന്ത് ചെയ്യുകയാണ്, പാടുകയാണ്. ആ പാടുക എന്നുള്ളതാണ് അതിലെ വെർബ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. റൈസസ് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ വെർബ്. വെർബ് എനിക്ക് തോന്നുന്നത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്ത് തന്നെയാണ്, വെർബാണ്. അടുത്തത് ഒബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഇസ് ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് റിസീവ്സ് ദ ആക്ഷൻ ഓഫ് ദ വെർബ്. അതായത് കർമ്മം, ആ സബ്ജക്റ്റ് ചെയ്യുന്ന കർമ്മം എന്താണോ അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സാധാരണ വാട്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഒബ്ജക്റ്റ് നമുക്ക് കിട്ടുന്നത്. കൺഫ്യൂസ് ആവണ്ട, എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ജോൺ പ്ലേസ് ദ പിയാനോ. ഇപ്പോൾ നമുക്കറിയാം അതിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്, ജോൺ. അപ്പോൾ ജോൺ എന്ന് പറയുന്നത് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ്. ജോൺ എന്ത് ചെയ്യുകയാണ്, പിയാനോ വായിക്കുകയാണ്. വാട്ട് ഹീ പ്ലേസ്, ഉത്തരമായിട്ട് വരുന്നത് ദ പിയാനോ ആണ്. അതായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പിയാനോ. നമുക്കറിയാം ജോൺ ചെയ്യുന്ന ക്രിയ എന്താണ്, പ്ലേസ് ആണ് അല്ലേ. അപ്പോൾ ജോൺ പ്ലേസ് ദ പിയാനോ എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ പിയാനോയാണ്. വി വാച്ച്ഡ് എ മൂവി. വി വാച്ച്ഡ് എ മൂവി. വി എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. വാച്ച്ഡ് എന്ന് പറയുന്നത് അതിൻ്റെ വെർബാണ്. എന്താണ് അവർ കണ്ടത്, എ മൂവി. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ മൂവി. ഐ പ്ലേ ഫുട്ബോൾ. എന്താണ് ഞാൻ കളിക്കുന്നത്, ഫുട്ബോൾ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫുട്ബോൾ ആണ്. പൂജ ലൈക്സ് ചോക്ലേറ്റ്സ്. പൂജ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ലൈക്സ് എന്ന് പറയുന്നത് വെർബാണ്. എന്താണ് അവൾക്ക് ഇഷ്ടം, ചോക്ലേറ്റ്സ്. അതാണ് ഒബ്ജക്റ്റ്, ചോക്ലേറ്റ്സ്. ഐ ഗോട്ട് എ ഗിഫ്റ്റ്. എ ഗിഫ്റ്റ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഷീ ഹേറ്റഡ് മാത്സ് ക്ലാസ്. ഷീ എന്നുള്ളത് സബ്ജക്റ്റാണ്. ഹേറ്റഡ് അവൾ ചെയ്യുന്ന വെർബാണ്. എന്താണ് അവൾക്ക് ഇഷ്ടമല്ലാത്തത്, മാത്സ് ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ക്ലാസ് ആണ്. ഒന്നുകൂടി പറയാണ്, ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കൂട്ടം വാക്കുകളാണ്. വെറുതെ ഒരു ഓർഡറിൽ അങ്ങ് പറഞ്ഞാൽ പോരാ. കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.